നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ നൂലായിട്ട് കഴിയട്ടെ. എന്നിട്ട് ഞാൻ തന്നെ അച്ഛനോട് സംസാരിക്കാം. മോളു എന്നാ പിന്നെ കുഞ്ഞിന്റെ നൂലേട്ട് ചടങ്ങ് നടത്തിയാലോ? നിങ്ങൾ രണ്ടാളും കൂടി ഐശ്വര്യമായിട്ട് വേണം ഈ മോളുടെ നൂല് കെട്ടാൻ. എന്റെ ഈ കുഞ്ഞിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുകയും വേണം. നോക്കണ്ടി പൂജ മോളെ, എന്നാ പിന്നെ വേഗമാവട്ടെ. തിരുവോണമായിട്ട് നേരത്തെ സദ്യ കൂടാനുള്ളതാ. ശരി അച്ഛമ്മ. അർജുൻ കുഞ്ഞിനെഞ്ഞതാ. അർജുൻ ഇരിക്കും. മാധുരി, കുഞ്ഞിനെ വാങ്ങിച്ച് പൂജയുടെ മടിയിൽ വെച്ചു കൊടുക്ക്. നൂല് കിട്ടണ്ട നമുക്ക്. എന്തായാലും കരച്ചില്ലല്ലോ പൂജ. ചക്രമോളെ, കേട്ടാ ചേട്ടാ. സുന്ദരിയായല്ലോ. എന്താണ് എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ. ഇനി ഈ മോളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് വരെ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരൊക്കെ അവരെ എല്ലാവരെയും സർക്കാരിന്റെ അനുവാദത്തോടെ വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ല, അപ്പൊ അച്ഛനോ? ഇത്രയും കാലം അച്ഛൻ നിങ്ങളെയൊക്കെ നോക്കിയില്ലേ മോളെ? ഇനി വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം കൂടി മനസ്സിലുണ്ട്. എന്താ? ദേശാടനം.
അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്നും വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യണം. എങ്കിലേ മനസ്സൊന്ന് ശാന്തമാവൂ. അച്ഛാ, അതെ മോളെ, ഇത്രയും വർഷം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്നെ ഒരു കൊലയാളിയാക്കി. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? അതെല്ലാം മറക്കണമെങ്കിൽ ഒരു ദേശാടനം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ രാധമോളെ ഞങ്ങക്ക് തന്നൂടെ അച്ഛാ? അതെ അച്ഛാ, നിയമം അനുവദിച്ചിട്ടുള്ള രീതിയിലൂടെ തന്നെ ഞങ്ങൾ കുഞ്ഞിനെ സ്വീകരിച്ചോളാം. വേണ്ട, ഇനി ഈ കുഞ്ഞിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഈ കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അച്ഛമ്മ, ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനൊപ്പം ഒരവകാശവും ഇല്ലേ? നമുക്ക് ദത്തെടുക്കാം അച്ഛമ്മ. വേണ്ട മോളെ, വെറുതെ ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും വേണ്ട. ഈശ്വരൻ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ അന്തസ്സായിട്ട് വളർത്താൻ നോക്ക്. അതെ മോളെ, വെറുതെ എന്തിനാ ഇനിയും ഓരോ തലവേദന ഉണ്ടാക്കി വെക്കുന്നത്? വേണ്ട പൂജേച്ചി, ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തേക്ക്. മോളെ, നിന്റെ മനസ്സ് ഇവിടെ എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഈ തീരുമാനം നമുക്ക് വേണ്ട. എല്ലാവരും മോളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാ. പൂജേച്ചി, ആരെയും വിഷമിപ്പിച്ചിട്ട് നമുക്കൊന്നും വേണ്ട പൂജേച്ചി. നമുക്ക് ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരിയാ മോളെ, നാളെ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശി വന്നാ മോക്കത് ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. മോളെ, നിന്റെ മനസ്സ് ഈ അച്ഛന് നല്ലതുപോലെ അറിയാം. ഈ കുഞ്ഞിനെ മറ്റാരേക്കാളും സുരക്ഷിതമായി നീ നോക്കുമെന്നും ഈ അച്ഛനറിയാം. പക്ഷേ അത് വേണ്ട മോളെ. ചില ബന്ധങ്ങൾ ഇങ്ങനെയാ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷെ അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ മോളുടെ ജീവിതത്തിലേക്ക് വന്നുപോയ ഒരു അതിഥിയാണ് രാധമോളെന്ന് കരുതിയാൽ മതി. ഒറ്റപ്പെട്ടു പോയ മോളുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും തിരിച്ചു കിട്ടിയില്ലേ? അതുപോലെ ഈ മോളുടെ അച്ഛനെയും അമ്മയെയും അതാരായാലും ഈ മോൾക്ക് തിരിച്ചു കിട്ടും. അതിനി എത്ര വർഷം കഴിഞ്ഞിട്ടായാലും തിരികെ കിട്ടിയിരിക്കും. മോളെ, ഈശ്വരൻ നിങ്ങൾക്ക് തന്ന ഈ കൃഷ്ണമോളുണ്ടല്ലോ, അവളെ നന്നായിട്ട് വളർത്തണം. നിന്നെപ്പോലെ സഹജീവികളോട് കരുണയുള്ളവളായി തന്നെ വളർത്തണം. നിനക്കതിന് കഴിയും മോളെ. കുഞ്ഞിനീങ്ങത്താ. സാർ, ഞങ്ങൾ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. സാർ അത് കഴിച്ചിട്ട് പോയാ മതി. അതെ,
ഇന്ന് സാറും ഈ കുഞ്ഞും ഞങ്ങളുടെ അതിഥിയാ. ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ആ അതൊന്നും വേണ്ട മഹേശ്വരി അമ്മേ. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുക. അച്ഛാ അങ്ങനെ പറയരുത്. ഇത് ഞങ്ങളുടെ സന്തോഷാ. അച്ഛൻ കഴിക്കാതെ പോയാ ഞങ്ങൾക്കൊക്കെ വിഷമാവും. ശരി, കുഞ്ഞിനെ ഇങ്ങത്താ. പതുക്കെ പതുക്കെ.